ഹായ് എവ്രി വൺ, എല്ലാവർക്കും ഷീബാസ് ട്രാവൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്നൊരു സൈക്കിൾ റൈഡിന് പോകേണ്ട പരിപാടിയാണ്. അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പരിപാടിയാണ്. രാവിലെ എന്ന് പറഞ്ഞ കുറച്ച് നേരത്തെ ആയി. റെഡിയാണ്. അങ്ങനെ അങ്ങ് മാത്രമാണ് പ്രോപ്പർലി ഡ്രസ്ഡ് ഇല്ല, ഹെൽമെറ്റ് എല്ലാം വെച്ചിട്ട്. ബാക്കി എല്ലാവരും ഇല്ലെന്നതുപോലെയാണ്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. രാവിലെ തന്നെ ഒരു സൈക്കിൾ എക്സ്പെഡിഷന് പോകേണ്ട പരിപാടിയാണ്. സൈക്കിൾ എക്സ്പെഡിഷന് കറക്റ്റ് ആയിട്ട് ഡ്രസ്ഡ് ഒന്നല്ല. അങ്കു മാത്രമാണ് കറക്റ്റ് ആയിട്ട് ഹെൽമെറ്റ് ഒക്കെ ഇട്ടിട്ട് അങ്കു ഇട്ടിട്ടുള്ളത്. അഭിഷേകിന്റെ ഭയങ്കര പാഷനാണ് സൈക്ലിംഗ്. അപ്പൊ നമ്മളൊന്ന് അവനെ കമ്പനി കൊടുക്കാൻ തീരുമാനിച്ചു. എവിടെയാ പോണെന്നുള്ള ട്രെയിനില് ഞങ്ങൾ അത്ര കാര്യമായിട്ട് കൺഫേം ചെയ്തിട്ടില്ല. പക്ഷെ പോയി നോക്കട്ടെ. ഒരുപാട് ട്രാഫിക് ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് നല്ല രീതിയിൽ പോകാൻ. ഞങ്ങളുടെ അടുത്ത് 3 സൈക്കിളൊന്നും ഇല്ല. എല്ലാവരും ഇവിടെ തന്നെ ഇല്ലാത്ത കാരണം ഒരു സൈക്കിളേ ഉള്ളൂ. ഇപ്പോൾ 2 ഞങ്ങൾ റെൻറ്റിനെടുത്തു. അപ്പോൾ നമുക്ക് റെൻറ്റിന് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ ഡെയിലി ഇതിനെടുക്കാം, അല്ലെങ്കിൽ വീക്ക്ലി, അല്ലെങ്കിൽ 15 days അങ്ങനെയൊക്കെ എടുക്കാം. അപ്പോൾ നമ്മൾ ലോങ് ഡ്യൂറേഷൻ എടുക്കുമ്പോൾ ഒബ്വിയസ്ലി അതിൻ്റെ റേറ്റ് കുറച്ച് കുറഞ്ഞിട്ട് വരും. ഞങ്ങൾ ഇന്നലെ എടുത്തത് 2 സൈക്കിളിന് കൂടെ ഇൻക്ലൂഡിങ് ഡെലിവറി ഒരാഴ്ചത്തേക്ക് 2600 രൂപ അങ്ങനെയാണ്. അല്ലെങ്കിൽ ഡെയിലി ആണെങ്കിൽ എനിക്കൊന്നൊരു പെർ ഡേ 250-300 രൂപേൻ്റെ ഇതിൽ വരും. ഏതാണ് അങ്കുവിൻ്റെത്? അങ്കുവിൻ്റെ ഹൈറ്റ് ഉള്ള സൈക്കിള്? വേർ ഇസ് മൈൻ? ടേക്ക് ദാറ്റ് വൺ ഔട്ട്. നോ, ഇതാണ് നമുക്ക് റെൻറ്റിനെടുത്ത സൈക്കിൾ. അവർ ഇവിടെ കൊണ്ടുവന്ന് തരുമൊക്കെ ചെയ്യും. HSRലാണ്. അപ്പോൾ അവിടെ പോയി എടുത്ത് കൊണ്ടുവരാൻ ടൈമില്ലായിട്ട് പറഞ്ഞപ്പോൾ അവർ ഇവിടെ എടുത്തുകൊണ്ട് തന്നു. ഒന്നത് ഞങ്ങൾ പിന്നെ ലാസ്റ്റ് മൊമെൻറ്റിൽ നോക്കിയത് കാരണം ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ നേരത്തെ കാലത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട മോഡലൊക്കെ ഉണ്ടാവും. എന്തൊക്കെയോ ടൈപ്പ് 21 ഗിയേഴ്സിൻ്റെ അതൊക്കെ ഉണ്ടാവും. ഇത് 21 ഗിയർ തന്നെയാണ്. പക്ഷേ നമ്മൾ പറഞ്ഞ മോഡലായിരുന്നില്ല, വേറെ ആയിരുന്നു. ഇതിനകത്ത് കാണിച്ച മോഡലായിരുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഒക്കെ നോക്കി ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്യാം. ഭയങ്കര പ്രൊഫഷണലായിട്ടുള്ള സൈക്കിളൊന്നുമല്ല. ഒരു ജസ്റ്റ് ഒരു ഇൻട്രസ്റ്റിന് കുറച്ച് ദിവസം ചെയ്യാം. ഇത് ഓക്കെയാ. ഓ, അങ്കു ഓൾറെഡി പോയാ? ഇതിൻ്റെ അകത്ത് ഇത് കയറാത്ത പോലെ ഉണ്ട്. വീണു പോവാ. എൻ്റെ പമ്പിലാണ് കയറുമ്പോൾ ചടയെന്ന് പറഞ്ഞിട്ട്. ഇതിനുള്ള സൗകര്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു വെള്ളം വെക്കേണ്ട സൗകര്യം മാത്രമേ ഉള്ളൂ. ബാക്കി ഹെൽമെറ്റൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ വേണം. അങ്കു, ഹൗ ഇസ് ഇറ്റ്? ഹൗ ഇറ്റ് ഈസ് ഓക്കെ? വാട്ട് ഈസ് എ പ്രോബ്ലം? തണുക്കുന്ന ഹൈറ്റ് ഈസ് എ പ്രോബ്ലം. കുറക്കണ? ഓപ്ഷൻ ഇല്ലേ? ഓക്കെ, നോക്കാം. നീ കുറച്ചേരം റൈഡ് ചെയ്തിട്ട് പിന്നെ നോക്കാം. പറ്റിയിട്ടില്ലെങ്കിൽ അപ്പോൾ റെഡി. അത് നമുക്ക് പോകുന്ന വഴിക്കുള്ള അവിടെ നിന്ന് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇഫ് യു ആർ നോട്ട് കംഫർട്ടബിൾ. റെഡി? ചലേ അബി, ചലേ. അയ്യോ, പറയുമ്പോലെ എൻ്റെ ഹൈറ്റ് ഞാൻ നോക്കട്ടെ. Jump and kickstart, there's no problem. What jump and kickstart? You have only problem when you put brake. Mommy do video do. Where is the brake? Brake illa. Anna പിന്നെ കുറക്കല ആവശ്യം. മമ്മിന്റെ ചാൻസ് ഇല്ല. എത്ര വർഷത്തെ സെക്യൂരിറ്റി റൈറ്റ് ലെഫ്റ്റ് ബ്രേക്കാ യൂസ് ചെയ്തിട്ട്. ലെഫ്റ്റ് ബ്രേക്കാ യൂസ് ചെയ്തിട്ട്. ആവുന്നില്ല. വേഗം പോടും. അഭിഷേക് എപ്പോൾ വരുമ്പോണ്ടെങ്കിലും അനുഗ്രഹനെ കൂട്ടിയിട്ടേ വരൂ. എന്നെ പോലെ മുന്നോട്ടൊന്നും പോവില്ല. വെയിറ്റ് ചെയ്ത് അവനെ കൊണ്ട്. നിന്റെ ഇത് സ്റ്റാൻഡ് തട്ടിയിട്ടില്ല കണ്ണേ? എന്റെയാ? ആ, സൈക്കിളിന്റെ
സ്റ്റാൻഡ്. അവർ തമ്മിൽ ഭയങ്കര കെയറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ ഇൻ കേസ് മുന്നോട്ട് പോയി കഴിഞ്ഞാലും അഭിഷേക് അനുഗ്രഹിനെ വെയിറ്റ് ചെയ്ത് അവനെ കംഫർട്ടബിൾ ആക്കി. ഇതൊക്കെ അവൻ്റെ സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ആയാൽ നമ്മൾ എവിടെ എത്തുമെന്ന് അറിയില്ല. പക്ഷേ ഇന്നത്തെ ജസ്റ്റ് ഒരു ട്രയൽ പോലെ ഫസ്റ്റ് ടൈമാണ് ചെയ്യണേ. അപ്പോൾ നല്ല നല്ല പോവാം, തപ്പി തടഞ്ഞ് പോവാം. ഒന്നുമില്ലേ ഫസ്റ്റ് നീ എക്സ്പ്ലെയിൻ ചെയ്യാം. എനിക്കറിയില്ല. ഒരു വണ്ടിയിൽ നിന്ന് അങ്ങനെ സൈക്കിൾ കൊണ്ടുവന്നിട്ട് കുറേ സൈക്കിളാണ്. ഇത് അനുഗ്രഹിൻ്റെയും അഭിഷേകിൻ്റെയും സ്കൂളായിരുന്നു മുന്നത്തെ, റായൻ ഇന്റർനാഷണൽ സ്കൂൾ. അപ്പോൾ ഞങ്ങൾ ഇന്ന് സൈക്കിൾ ചെയ്തപ്പോൾ ഇവിടെ വരെ വരാമെന്ന് പറഞ്ഞു. അഭിഷേകിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു 10th കഴിഞ്ഞപ്പോൾ ഇവിടെ. ഇത് ഇപ്രാവശ്യത്തെ 2023-24 രണ്ടാളും സ്കൂളിൻ്റെ മെമ്മറീസൊക്കെ ആലോചിക്കുകയാണ്. ഇത് ബനർഘട്ട റോഡിൻ്റെ അങ്ങോട്ടാണ് നമ്മൾ സൂവിലേക്കൊക്കെ പോകുന്ന വഴി. അതിൻ്റെ ഇപ്പുറത്തൊരു ടർഫൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പുതിയതായിട്ട്. അഭിഷേക് ക്യൂരിയസ് ടു നോ ഏത് ജൂനിയറിനാണെന്ന റിസൾട്ട് നന്നായിട്ട് കിട്ടി. അനുഗ്രഹിന് വലിയ ഓർമ്മയൊന്നുമില്ല. അവൻ 5ാം ക്ലാസ് വരെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. 6 തൊട്ട് സയൻസ് സ്കൂളിൽ പോയി. അഭിഷേക് 10th വരെ പഠിച്ച. ഇറ്റ് വാസ് നൈസ് കമ്മിങ് ടു ദ സ്കൂൾ. ബനർഘട്ട സൂവിലേക്ക് പോകുന്ന റോഡാണിത്. ഈ റോഡിൽ അങ്ങനെ അധികം കൺജഷനും കാര്യമൊന്നും ഇല്ല, ലൈക്ക് കുറച്ച് കുറവാണ്. പിന്നെ ഉള്ളതൊക്കെ വലിയ ബസ്സും ട്രക്കും ഒക്കെയാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ തിരിച്ചു പോലാണ് ഒരു പണി. നല്ല സ്കൂളാണ്. ഇതിൻ്റെ ഒരു 3 ബ്രാഞ്ചൊക്കെ ഉണ്ട് ഇവിടെ. ഒന്ന് വൈറ്റ് ഫീൽഡിലും ബനർഘട്ടയിലും പിന്നെ എവിടെയാണോ യലഹങ്ക. ഒരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ രണ്ടാളും എന്നെ ട്രോളി ഇതാക്കാണ്. നിന്നില്ല. ലിറ്റിൽ മോർ ദിസ് സൈഡ്. ഇറ്റ് ഷുഡ് കം നോ അഭി പ്രദേശത്തേക്ക്. ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കാൻ പറഞ്ഞിട്ടുള്ള പൂവിലാണ്. ഫൈനലി ഒരു പിക്ചർ എടുത്തു ആ സ്കൂളിൻ്റെ മുന്നിൽ. ഇത് കുറച്ച് ഔട്ട്സ്കേർട്ട് ആയത് കാരണം ഇപ്പം ആ വഴിയൊക്കെ കുറേ എന്തൊക്കെയോ കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. കുറേയധികം സ്കൂൾസ് ഈ വഴിയുണ്ട്. പിന്നെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്താ റിസോർട്ട്സ് പോലെ 1-2 കണ്ടു. കാരണം ബനാർഘട്ട സൂവിൻ്റെ ഒക്കെ അടുത്തായത് കാരണമായിരിക്കണം. പിന്നെ ഒരു യൂണിയൻ ബാങ്കിൻ്റെ വലിയൊരു കോംപ്ലക്സും അവരുടെ സ്റ്റേയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഔട്ട്സ്കേർട്ടിലാണ് സ്കൂൾസ് കുറച്ചും കൂടെ വരുന്നത്. കാരണം അവർക്ക് അത്രയും സ്പേസും ഗ്രൗണ്ടും ഒക്കെ വേണ്ടത് കാരണം. JP നഗറിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 6-7 കിലോമീറ്ററിൽ കൂടുതൽ ഉണ്ടായിരുന്നു സ്കൂളിലേക്ക്. അപ്പോൾ സ്കൂൾ കുറച്ച് ദൂരമാകുമ്പം കുറേയധികം ടൈം എടുക്കും. അങ്ങനെയുള്ളൊരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. അവർ കുറച്ച് വർഷം പഠിച്ച സ്കൂൾ ഇങ്ങോട്ടുള്ള റൂട്ട് ഭയങ്കര നല്ല രസമാണ്. റോഡൊക്കെ നല്ലതാണ്. അതുകൊണ്ട് നമുക്ക് റൈഡ് ചെയ്യുന്നതിന് വലിയൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പോൾ സ്കൂൾ വരെ എത്തി ഞങ്ങൾ തിരിച്ച് റൈഡ് ചെയ്യാൻ തുടങ്ങി. ഇത് അപ്പ് ആൻഡ് ഡൗൺ 20 കിലോമീറ്റേഴ്സോളം ആണ്. അപ്പം നമ്മൾ സ്ട്രാവയോ അല്ലെങ്കിൽ അഡിഡസ് അങ്ങനെയുള്ള ഏതെങ്കിലും ആപ്പിൽ ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് റൂട്ട് തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പം ഏത് റൂട്ടിലാണ് പോകേണ്ടതെന്ന്. ഇപ്പം നമ്മൾ അറിയാത്ത റൂട്ടിലൊക്കെയാണ് പോകുന്നത്, ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയൊക്കെ പോകുന്നെങ്കിൽ പിന്നെ ആ റൂട്ട് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നല്ല തിരക്കായി. ബനർഘട്ട ജംഗ്ഷൻ ആണെങ്കിൽ റോഡിന് നടുക്കേ കൂടിയാ വരുന്നത്. സൈഡ് ഗോ not coming. Finally we landed back some 20 kilometers. അങ്ങോ ഉണ്ടായിരുന്നു. ഈ സൈക്കിളിൻ്റെ സീറ്റ് കുറച്ച് വലുതാക്കി വെച്ചാൽ എന്തായിരുന്നു കുഴപ്പം. നല്ല വേദനയുണ്ട്. വഴി നിന്നും ചായ കുടിക്കാന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നിർത്തിയില്ല, തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. കാരണം പിന്നെ ട്രാഫിക് ഭയങ്കര കൂടുതലാവും, നല്ല വെയിലാവും. പിന്നെ വയറെന്ന് വെച്ചാൽ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ചവിട്ടൽ ഡിഫിക്കൽട്ടാവും. വാ സൈക്കിൾ വെച്ചിരിക്കുന്നവർ
നൈസ്. ഇതാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലം, ഒരു അമ്പലം, പിന്നെ ഒരു ഉടുപ്പി റെസ്റ്റോറൻറ്റ്, 2 എണ്ണം ഉണ്ട്. ഇവിടെയും ഒന്ന് അവിടെയും കോമ്പറ്റീറ്റേഴ്സാണ്. ഇടയ്ക്ക് വന്ന് കഴിക്കുന്ന സ്ഥലം. ഇവിടുത്തെ ചട്നി ഭയങ്കര രസമാണ്. അതിന് കൂപ്പൺ വാങ്ങിക്കടാ. ഇതാ വേണ്ട, നമുക്ക് ദോശ കഴിക്കേ. രാവിലെ തന്നെ ഗുലാബ് ജാമുനൊക്കെ കഴിക്കാൻ ഒക്കെ ലൈവായിട്ട് ഉണ്ടാക്കുന്നതാണ്. കോഫി ഭയങ്കര നല്ലത്. അങ്ങ് രാവിലെ തന്നെ ഉള്ളിവടയാന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉള്ളിവടയിൽ ഇവിടെ നല്ല തേങ്ങ ചട്നി, ആ പച്ച ബാക്ക്ഗ്രൗണ്ട് നല്ല. അത് സയൻസ് സ്കൂളിൻ്റെ ജാക്കറ്റെല്ലാം ഇട്ടാൽ മതി. രാവിലെ കുറച്ച് തണുപ്പെല്ലാം ഉണ്ടായിരുന്നു. തണുപ്പാന്ന് വിചാരിച്ചത് ജാക്കറ്റെല്ലാം ഇട്ടു വന്ന് കുറച്ച് കഴിയുമ്പോൾ നല്ല ചൂടായിരുന്നു. ഇവരുടെ സ്പെഷ്യൽ നെയ് റോസ്റ്റ്. ഇതിനകത്തൊരു ജിഞ്ചർ ചട്നി ഉണ്ട്. അതാണ് ഇവരുടെ വെറൈറ്റി. അപ്പുറത്തെ ഇതിനകത്ത് അത് കിട്ടില്ല. ഇത് 2 ചട്നി ഇത് മതി. നിന്റെ ദോശ എന്താ ഇങ്ങനെ? എൻ്റെ ദോശ നല്ല ട്രയാങ്കിളായി നിൽക്കുന്നുണ്ടല്ലോ. അച്ഛാ ഇത് മസാല ദോശ? ഓ, ഇതിനകത്ത് മസാലയുണ്ട്. മസാല why very horrible? There is no word like very horrible. Angu did 20 kilometers. Longest ride ever, Angu. Such a busy road. You did a good job. അങ്ങ് നോക്കുന്നില്ല, വേണ്ട അങ്ങോട്ട്. ഭയങ്കര ക്യാമറ ഷൈയാണ്. ഓക്കെ, ഇങ്ങോട്ടൊക്കെ കാണിച്ച നിന്റെ ജാക്കറ്റ് കാണിച്ച സൈനിക് സ്കൂളിൻ്റെ. എല്ലാവരും കാണിക്കാലോ നമുക്ക്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഇന്നിപ്പോൾ 8:30 അങ്ങനെ 8 o'clock ആയി സമയം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് തിരിച്ച് ഇവിടെ എത്തി. സോ നാളെ വേറെ ഒരു റൂട്ട് എടുക്കാം. 1 വീക്കിനാണിത്. 1 വീക്കാണ് ഇവരിവിടെ ഉള്ളത്. 1 വീക്കിനാണ് സൈക്കിൾ റെൻറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാംഗ്ലൂരിൻ്റെ ഒരു നല്ല ക്ലൈമറ്റൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ എക്സ്പ്ലോർ ചെയ്യാം. നെക്സ്റ്റ് 1 വീക്കിൽ പോവാന്ന് വിചാരിക്കണേ. ഒരു വലിയ ഡോഗ് വരുന്നു. താടെ വഴക്കുണ്ടാക്കിയല്ലോ. നോട്ട് അയാളില്ലല്ലേ. ഈ പട്ടി അവിടുന്ന് വേറൊരു പട്ടീൻ്റെ മുകളിൽ ചാടി. ഭയങ്കര കുഴപ്പമായി. വാർ ഹാപ്പനിങ് ബിറ്റ്വീൻ ഹ്യൂമൻ. ആ പട്ടി കയറി മറ്റതിൻ്റെ മുകളിൽ ചാടിയപ്പോൾ ഫുള്ള ഒരു സ്ത്രീയായിരുന്നു. അവർ നിലത്ത് വീണു ഉരുണ്ട്. ആ ഡോഗ് അതിൻ്റെ ചാടി കടിക്കുക എന്തൊക്കെയോ നടക്കുകയായിരുന്നു കുറച്ച് നേരം. എങ്ങനെയാ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അവർക്ക് ഭയങ്കര ദേഷ്യമൊക്കെ വന്നു. ഇങ്ങേരും മിണ്ടാതെ പട്ടീനെയും കൊണ്ട് വന്നു. ഇതായിരുന്നു വലിയ പട്ടി, മറ്റേത് ചെറുതായിരുന്നു. ആ സ്ത്രീ ശരിക്കും കിടന്ന് ഉരുണ്ട് 2-3 നാളേക്കൊക്കെ മറന്ന് ആ പട്ടീനെയും കൊണ്ട്. അത് പോയി. ട്രെയിനിങ്ങിൽ നമ്മൾ എന്താണ് സൂക്ഷിക്കേണ്ട, ഏതെങ്കിലും വണ്ടികൾ ഇങ്ങനെ ജംഗ്ഷൻ അപ്പുറത്തേപ്പുറത്തൊക്കെ കയറി വരും. നമ്മൾ സാധാരണ ബൈക്ക് ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടേ, ചിലപ്പം നിർത്തിയിട്ട വണ്ടി വന്ന് നമ്മളെ ചിലപ്പോൾ അതിൻ്റെ ഡോറൊക്കെ തുറയുന്നത് നമ്മളെ തലേൻ്റെ ഇതിലേക്കും. കാരണം നമ്മൾ സൈഡിലെ കൂടെയല്ലേ പോകുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വലിയ വണ്ടിയും മറ്റേ KSRTC പോലത്തെ അല്ലെ കർണാടക സ്റ്റേറ്റ് ആ ബസ്സും അങ്ങനത്തെ വലിയ വലിയ ട്രക്കും അങ്ങനെയൊക്കെയുള്ളായിരുന്നു ആ സൈഡിൽ പോകുന്നത്. അപ്പം അതൊക്കെ അടുത്തോട്ട് വരുമ്പം ഉള്ളൊരു ഇത് ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ. പിന്നെ പട്ടികൾ രാവിലെ പോകുമ്പോൾ കുറെ പട്ടികൾ ഉണ്ടായിരുന്നു. അതെ, അവരെ എൻ്റെ പിറകെ ഓടി. ഞാൻ നിന്ന് നോക്കി. അനുഗ്രഹിന്റെ പുറകെ അനുഗ്രഹിന് ഭയങ്കര പേടിയാ പട്ടീനെ. അപ്പം അങ്ങനെ പട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളധികം ശ്രദ്ധിക്കാണ്ട് ഇങ്ങനെ പട്ടിയൊക്കെ ശരിക്കും നമ്മളങ്ങനെ ഐ കോണ്ടാക്ട് കൊടുക്കാതിരുന്നാൽ മതി എന്ന് പറയും. അങ്ങനെ ആകുമ്പോൾ പിന്നെ അവരെ ചേസ് ചെയ്യൊന്നുമില്ല. അങ്ങനെയുള്ള പിന്നെ പോട്ട് ഹോൾസ് ഡെഫിനറ്റ്ലി ചെറിയ ബാലൻസ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടല്ലേ, ചെറിയ സീറ്റും ചെറിയ ടയറൊക്കെ ആകുമ്പോൾ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഹൈ സ്പീഡിലൊന്നല്ല പോകുന്നത്. കുറേ ആൾക്കാർ റൈഡ് ചെയ്ത് പോകുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ എലിവേഷൻ ഗെയിനിൻ്റെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വരും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കാറിൽ ഫിക്സ് ചെയ്തിട്ട് പോയി അവിടെ വെച്ച് പിന്നെ ആ സ്ഥലത്ത് നിന്ന് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത റൈഡിൽ കാണാം.